കഞ്ഞിയിഞ്ചിയായിട്ട് എല്ലാ വർഷവും അമ്പലത്തിൽ നിന്നൊക്കെയാണ് കഴിക്കാറുള്ളത് കോട്ടയത്താണെങ്കിൽ. അപ്പോൾ ഇത്തവണ വീട്ടിലായിരുന്നത് കൊണ്ട് തന്നെ രാവിലെ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് പിന്നെ അമ്മായിയുടെ വീട്ടിലോട്ട് പോയി. അവിടെ സാധാരണ കഞ്ഞിയിഞ്ചിന് വീട്ടിൽ തന്നെ കഞ്ഞിയും വെച്ചിട്ട് പിന്നെ എല്ലാ കൂട്ടുകറി ഉണ്ടാക്കും. അസ്ത്രം എന്നാണ് പറയുന്നത്. അപ്പം കപ്പയൊക്കെ ഇട്ട് അവിയൽ പോലെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഉണ്ടാക്കി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നതാണ് പതിവ് അവിടെ. അപ്പം ഇത്തവണ ഇവിടെ ആയിരുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടത്തിൽ തന്നെ എല്ലാവരുടെയും കൂടെ ഇരുന്ന് കഴിക്കാനും ഒക്കെ ഞങ്ങൾ രാവിലെ തന്നെ അവിടെ പോയി എല്ലാം ഉണ്ടാക്കാനും ഒക്കെ സഹായിച്ചു അമ്മയൊക്കെ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് കഞ്ഞി കുടിച്ചു. 2 മണിയൊക്കെ ആയപ്പോഴത്തേനും കഞ്ഞി കുടിച്ചു. ഇത്തവണ അങ്ങനെ അങ്ങ് സമാധി കഴിഞ്ഞു പോയി. കഞ്ഞിയുടെ കൂടെ അസ്ത്രം കൂടാതെ പിന്നെ പപ്പടവും നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല ടേസ്റ്റായിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് കഴിച്ചു.